ഇനി എനിക്ക് ഒരു ജോലിക്കാരനില്ലെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. 40-30 ആൾക്ക് ഉള്ള ബിരിയാണി ഒന്നിച്ചുണ്ടാക്കാൻ പറഞ്ഞാൽ ഒരു മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ റെഡിയാക്കാം. ഭയങ്കര ഞാന് ബിരിയാണി വെക്കുന്ന കാര്യത്തില് ഒരു 4-5 ബിരിയാണി എനിക്ക് സ്വന്തമായിട്ട് വെക്കാന്നുള്ള കോൺഫിഡന്റ് ആയി 10ൽ ഒരു 9 മാർക്ക് 9 മാർക്ക് 9 ഒരു 50 ആൾക്ക് അല്ലെങ്കിൽ ഒരു 40-30 ആൾക്ക് ഉള്ള ബിരിയാണി ഒന്നിച്ചുണ്ടാക്കാൻ പറഞ്ഞാൽ ഒരു മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ റെഡിയാക്കാം. തിരക്ക് വന്നാല് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പൊ നമുക്കുണ്ട്. പഠിപ്പിച്ച രീതിയിൽ തന്നെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതോ നിങ്ങൾ നിങ്ങളുടെ രീതിയിലാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത്? അല്ല, പഠിപ്പിച്ച രീതിയിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആ രീതിയിൽ ചെയ്താലാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയുക. പിന്നെ അതിൽ ചിലപ്പോ നമ്മളതായ രീതികൾ ആഡ് ചെയ്ത ബിരിയാണിയിലല്ല മറ്റു വിഷയങ്ങളിൽ ആഡ് ചെയ്തേക്കാം. 1 കിലോ ചിക്കൻ ബിരിയാണിയുടെ ശരിയായ സ്ട്രക്ചർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഏത് ബിരിയാണിയാണ്? മലബാർ ബിരിയാണിയെ കുറിച്ച് പറയാം. ബുഖാരി മസാല വെച്ച് നമ്മൾ 1 കിലോ മലബാരി ബിരിയാണി വെക്കുകയാണെങ്കിൽ അതിന് 1 കിലോ റൈസ്, ജീരകശാല റൈസ്, 1 കിലോ ഇറച്ചി, അതിലേക്ക് 200 ഗ്രാം ബുഖാരി മസാല, 100 ഗ്രാം തൈര്, 28 ഗ്രാം ഉപ്പ്, 400 അല്ലെങ്കിൽ 480 ml വെള്ളം ഇത് ചേർത്ത് റെസ്റ്റ് വെക്കുക. എത്ര മണിക്കൂർ വെക്കണം? ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വെക്കാം. പിന്നെ അരി അതിലേക്ക് വേണ്ട സാധനങ്ങള് 100 നെയ്യ്, ഓയില്, 30 ഡാൽഡ, 30 ഗീ. പിന്നെ അതിലേക്ക് വെള്ളം, 1 കിലോ അരിക്ക് 2 ലിറ്റർ വെള്ളം. അത് 800 ആയാലും കുഴപ്പമില്ല. ചില അരിക്ക് വ്യത്യാസം അനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇതാണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ ഇതിലേക്ക് ചോറിലേക്ക് കുറച്ച് സാധനങ്ങൾ, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ സജീരകം, പട്ട വീക, ബാക്കിയുള്ളതെല്ലാം ഓരോ ഗ്രാം വീതം. പട്ട ഒരു 5 ഗ്രാം. ഇതാണ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അതിന് ഉപ്പ് എല്ലാം മസാല ഒക്കെ നമ്മൾ കൃത്യമായ അളവിലാണ് ഇടുന്നത്. അതുകൊണ്ട് അതിൽ വേരിയേഷൻ വരാൻ സാധ്യതയില്ല. നിങ്ങൾ ഇതിനു മുമ്പ് വീട്ടിൽ എന്തൊക്കെ മേജർ ഡിഷസ് സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട്? ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന മുമ്പ്. ഓക്കെ, ഈ രൂപത്തിലല്ല, വേറെ രൂപത്തിലാണ്. സ്വന്തമായിട്ട് കടയുണ്ടോ? കടയുണ്ട്. 1 കിലോ ബിരിയാണി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കോമൺ മിസ്റ്റേക്ക് ഏതാണ്? 1 കിലോ ബിരിയാണി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലേ ഏറ്റവും കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഏതാണ്? കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഒന്ന് റൈസാണ്, മറ്റൊന്ന് നമ്മള് ചിക്കന്റെ പീസിന്റെ വലിപ്പം. അത് നമ്മള് അതിന്റെ വില അനുസരിച്ച് അതിലുള്ള ചിക്കന്റെ പീസിന്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. പിന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന എണ്ണ, ഗീ, ഇതൊക്കെ കൂടുതൽ ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ കോസ്റ്റ് വരും. ഓക്കെ, പ്രോഫിറ്റ് പെർ പ്ലേറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്ന് നിങ്ങൾ കരുതുന്നു? നമ്മള് 2-3 ബിരിയാണികൾ ഉണ്ടല്ലോ, എല്ലാ ബിരിയാണിക്കും നമ്മൾ കിട്ടുന്ന പ്രോഫിറ്റ് ടൈമല്ല. നല്ല ഹൈ ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് കൂടുതലുണ്ടാവും. നോർമലി ബിരിയാണി ആണെങ്കിൽ ഒരു 50-60 ഇടയിൽ കിട്ടും. പ്രീമിയം റൈസ് അതുപോലെ തന്നെ കോലം റൈസ് കോസ്റ്റ് ഡിഫറൻസ് ഒന്ന് പറയാൻ പറ്റുമോ? പ്രീമിയം റൈസ് പിന്നെ ജീരകശാല 150 മേലുണ്ട്. കോലം റൈസ് ആണെങ്കിൽ 75-80. സ്റ്റാഫ് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സ്ട്രെങ്ത് എന്തല്ല? പിന്നെ കൂടുതൽ സ്റ്റാഫിനെ വെക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് സ്റ്റാഫിനെ പരമാവധി കുറച്ചുകൊണ്ട് ജോലി ഇങ്ങനെ എളുപ്പമാക്കുക എന്നുള്ളതാണ്. കസ്റ്റമറിനോട് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഏതാണ്? കസ്റ്റമറോട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയാൻ
നമ്മളെ ഇന്നിപ്പോ സന്തോഷത്തോടെ പറയാം. ദിവസത്തിൽ 150 പ്ലേറ്റ്സ് ആവറേജ് സെൽ ചെയ്യാനുള്ള പ്ലാൻ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ സ്ഥാപനത്തിൽ അത്രയും പോർഷൻ പോവാൻ ചാൻസ് ഉണ്ടോ? 150 പ്ലേറ്റ് പോവും. അതിനുള്ള പ്ലാനുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾ 100% പ്രാക്ടീസ് ചെയ്യുമോ? തീർച്ചയായും 20 ഡേ ട്രെയിനിങ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങളുടെ പ്ലാൻ എന്താണ്? വേർപ്പെടുത്താൻ കൂടുതൽ സമയം നമ്മള് അതുവരെ എടുത്ത നോട്ട്സുകളൊക്കെ നോക്കി പരമാവധി അതിന്റെ പ്രാക്ടീസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. ബിരിയാണി സക്സസിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്താണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? ബിരിയാണി സക്സസ് ആവാനുള്ള ഏറ്റവും വലിയ ഫാക്ടർ അത് ഒറ്റ ഫാക്ടറിൽ നിൽക്കുന്നതല്ല. എന്നാൽ ഒന്ന് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ ബിരിയാണിയുടെ രുചി വേണമെങ്കിൽ പറയാം. പിന്നെ അതിന്റെ ക്വാളിറ്റി, പ്രൈസ്. കിച്ചണിൽ ഇമോഷണൽ സ്റ്റേബിലിറ്റി എത്ര പ്രധാനമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇമോഷണൽ സ്റ്റെബിലിറ്റി വളരെ പ്രധാനമാണ്. കാരണം പല സിറ്റുവേഷൻ ഉണ്ടാവും, അതിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ചിലപ്പോ നമുക്ക് ദേഷ്യം തിരിച്ചു എന്ന് കരുതിയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്ത് അത് വൃത്തികേടാക്കാൻ പാടില്ല. അതൊക്കെ നമ്മളെ കച്ചവടത്തെ ഭാഗം. സ്പീഡ്, ആക്യുറസി, ഹൈജീൻ, ഇതിൽ ഏതാണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഭയന്ന് അവോയ്ഡ് ചെയ്ത ഒരു സ്കിൽ എന്താണ്? ഇപ്പോൾ അത് ഫേസ് ചെയ്യാൻ റെഡിയാണോ? ഞാൻ ഇതിലേക്ക് ഇറങ്ങിയപ്പോ എനിക്ക് കൂടുതലൊന്നും കുക്കിങ്ങിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യമായിട്ട് ബിരിയാണി ചെയ്തു. ഇനി എനിക്ക് ഒരു ജോലിക്കാരനില്ലെങ്കിലും എനിക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. നിക്ക് പോവാൻ പറ്റേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിക്കണം.